ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി പ്ലം കേക്കാണ്. ഇപ്പോൾ പ്ലം കേക്കിൻ്റെ സീസൺ ആണല്ലോ. എൻ്റെ ഫേവറേറ്റ് ആണ് പ്ലം കേക്ക്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ കാരമൽ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ടതിന് ശേഷം അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കാം. ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഈ ഒരു ടൈം സ്പാച്ചുലയോ സ്പൂണോ ഒന്നും തട്ടിക്കാൻ പാടില്ല. പാനിൻ്റെ ഹാൻഡിൽ വെച്ചിട്ട് തന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി, ചുറ്റിച്ചെടുത്താൽ മതി. ഇതിപ്പം ഏകദേശം ഇവിടെ മെൽട്ടായി വരുന്നുണ്ട്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായി മെൽട്ടായിട്ടുണ്ട്. ഈ ഒരു ടൈം ഞാനൊരു വുഡൻ സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗോൾഡൻ കളറാണ് ആയത്. ഇത് കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് കളറായി കിട്ടണം, എന്നാലേ കേക്കിന് നല്ലൊരു കളർ കിട്ടുള്ളൂ. കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കുന്ന ടൈം കുറച്ച് മാറി നിന്ന് ഒഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. ആ ഒരു ടൈം ഇത് തിക്കായി വരും, അത് പ്രശ്നമില്ല. ഇത് ചൂടാക്കുമ്പോൾ ഇത് മെൽട്ടായി കിട്ടും. ഇതിപ്പോൾ നന്നായി മെൽട്ടായിട്ടുണ്ട്. നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുറച്ചൊന്ന് തിക്കായി വരണം. ഞാനിപ്പോൾ പാനിൽ നിന്ന് സിറപ്പൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ സിറപ്പ് പാനിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ മിസ്സായി പോയതാണ്, വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതാണ്. ചൂടാറാനായി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് മർമലൈഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ മിക്സ്ഡ് ഫ്രൂട്ട് ജാമോ അല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി കട്ട് ചെയ്തിട്ടോ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതാണ് ആഡ് ചെയ്തത്. അതൊന്ന് നന്നായി മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി പിന്നെ കട്ട് ചെയ്ത് വെച്ച നട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഈ ഒരു ടൈം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/4 കപ്പ് കറുത്ത മുന്തിരിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈന്തപ്പഴം കട്ട് ചെയ്തതും അതുപോലെ ചെറി അതൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു ടൈം ചേർത്ത് കൊടുക്കാം. എനിക്കതൊന്നും ചേർക്കുന്നത് പ്ലം കേക്കിൽ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഈ ഒരു ടൈം ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓറഞ്ച് ജ്യൂസൊക്കെ നന്നായി ഡ്രൈ ആയി വരും. ആ ഒരു ടൈം വരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷമാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. ഇനി ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിൽ കുറവ് പട്ട പൊടിച്ചതും അതേപോലെ ഗ്രാമ്പു പൊടിച്ചതുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഏലക്കാപ്പൊടി വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് ഇത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. 1/2 കപ്പ് മൈദ ആയതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തത്. 1 കപ്പ് മൈദയാണെങ്കിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മതിയാവും. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം. ഇനി മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. 3 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, 1/4 ടീസ്പൂൺ ഓറഞ്ച് എസൻസ്, 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ്, പിന്നെ 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതൊരു ബീറ്റർ വെച്ചാണ് ഞാനിപ്പോൾ ഇത് ബീറ്റ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മിക്സിയിലെ ജാറിലിട്ട് അടിച്ചെടുത്താലും മതി. ഞാൻ 2 മെത്തേഡിലും ചെയ്ത് കാണിക്കുന്നുണ്ട്. ബൗളൊന്ന് ചെരിച്ച് പിടിച്ച് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ബീറ്റായി കിട്ടും. നല്ല ഫ്ലഫി ആയിട്ട് വരും. ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 1/4 കപ്പ് ബട്ടറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച കാരമൽ സിറപ്പാണ്. അത് നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം ആഡ് ചെയ്യുക. അത് ചേർത്ത് നല്ല പോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റ് ചെയ്താൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വരും. പ്ലം കേക്ക് ഉണ്ടാക്കാൻ ബീറ്റർ വേണമെന്നൊന്നുമില്ല. ബീറ്റർ ഇല്ലാതെയും മിക്സിയിൽ അടിച്ചെടുത്താലും ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്സിയിൽ അടിച്ചുണ്ടാക്കുന്നതും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. 2 മെത്തേഡിൽ ചെയ്യുന്നതും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സിറപ്പ് ചേർത്ത് നല്ല പോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വരും. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും. കുറച്ച് ഡാർക്കായിട്ട് കിട്ടും കാരമൽ സിറപ്പ് ആഡ് ചെയ്തത് കൊണ്ട് തന്നെ. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നേരത്തെ അരിച്ച് വെച്ച മൈദ മിക്സ് ചേർത്ത് കൊടുക്കാം. മൈദ മിക്സ് ഞാൻ 2 പാർട്ടായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം പകുതി ഭാഗം ഇട്ട് കൊടുത്ത് ഒരു സ്പാച്ചില വെച്ച് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ മെല്ലെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ വീഡിയോ കുറച്ച് സ്പീഡാക്കി കാണിക്കുന്നതാണ്. ഇനി അടുത്ത മൈദ മിക്സും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായി ഈ സ്പാച്ചില വെച്ചിട്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ച് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്താലും മതി. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി എടുത്ത ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സിൽ നേരത്തെ മൈദ മിക്സ് ചേർത്തിരുന്നല്ലോ, അത് ഈ ഒരു ബാറ്ററിൽ ആഡ് ചെയ്യുമ്പോൾ
ഇതിൻ്റെ ബാറ്ററിൻ്റെ അടിയിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദ മിക്സിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചത്. ഇതിപ്പോൾ ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ബാറ്റർ കുറച്ച് തിക്കായിരിക്കണം. ഞാനൊരു 7 ഇഞ്ച് കേക്ക് ടിന് റെഡിയാക്കി എടുത്തതാണ്. ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ലൂസായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ സ്പാച്ചുല വെച്ചിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ മുകളിലായി അല്പം ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ കാഷ്യൂനട്ടും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഏകദേശം ഒരു 60 മിനിറ്റ് വരെ ബേക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ടെമ്പറേച്ചർ നിങ്ങൾ ഓവനിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. കൂടി പോകാൻ പാടില്ല. എൻ്റെ ടെമ്പറേച്ചർ കുറച്ച് കൂടുതലായിരുന്നു, അത് ഞാൻ അറിയാതെ വെച്ച് പോയതാണ്. ടെമ്പറേച്ചർ ഏകദേശം 200 ഡിഗ്രീൻ്റെ അടുത്തായിരുന്നു ഉണ്ടായത്, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം 170 ഡിഗ്രി ആ ഒരു ഡിഗ്രിയാണ് സെറ്റാക്കേണ്ടത്. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ മുകൾ ഭാഗം പെട്ടെന്ന് ഡാർക്കാവും, ഉള്ളു വേവാതെ ആവും. ഞാനിത് ഒരു ദിവസം ക്ലിങ് ഫിലിമിൽ കവർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേന്ന് ആണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് പ്ലം കേക്കിന് ഏറ്റവും നല്ലത്. നമ്മൾ ഉണ്ടാക്കിയ അന്ന് തന്നെ കട്ട് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. മുകൾ ഭാഗം കുറച്ചൊന്ന് ഡാർക്കായിന്നേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ സെയിം ബാറ്റർ തന്നെ മിക്സിയിൽ അടിച്ചിട്ടുണ്ടാക്കിയതാണ് കാണിക്കുന്നത്. ഇത് ഞാൻ 2 മുട്ടക്കാണ് ഈ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുത്തത്. 2 മുട്ടയും പഞ്ചസാരയും അതുപോലെ എസൻസും 3 എസൻസും ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച എസൻസ് തന്നെയാണ്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് മിക്സിയിൽ നന്നായി അടിച്ചെടുത്തതാണ്. പിന്നെ കാരമൽ സിറപ്പ് ഉണ്ടാക്കി അതും കൂടി ഒന്ന് മിക്സിയിൽ ഒഴിച്ച് അടിച്ചെടുത്തതാണ്. 1 കപ്പ് പഞ്ചസാര വെച്ചാണ് ഇതിന് കാരമൽ സിറപ്പ് ഉണ്ടാക്കിയെടുത്തത്. ഇതിലേക്ക് മൈദ മിക്സ് ഒക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്ററൊന്നും ഇല്ലാത്തവർക്ക് മിക്സിയിൽ അടിച്ചിട്ട് ഈ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ സ്റ്റൗ ടോപ്പിലും ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓവനിൽ തന്നെയാണ് ബേക്ക് ചെയ്യുന്നത്. ഞാൻ നേരത്തെ കാണിച്ച സെയിം ടിന്നിൽ തന്നെയാണ് ബേക്ക് ചെയ്യുന്നത്. ടെമ്പറേച്ചറൊക്കെ കുറച്ച് ഏകദേശം 60 മിനിറ്റ് തന്നെ എനിക്ക് ഇത് ബേക്കായി കിട്ടാൻ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓവണും ബീറ്ററൊന്നും ഇല്ലാത്തവർക്കും അതുപോലെ ബട്ടർ സ്റ്റോക്ക് ഇല്ലെങ്കിലൊക്കെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇതിൽ ഞാൻ സൺഫ്ലവർ ഓയിൽ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ടേസ്റ്റൊക്കെ ഏകദേശം എല്ലാതും സെയിം തന്നെയാണ്. ഇതും ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഞാൻ ഒരു ദിവസം തന്നെ ക്ലിങ് ഫിലിമിൽ കവർ ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചതിന് ശേഷമാണ് കട്ട് ചെയ്തിട്ടുണ്ടായത്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഇതുപോലെ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കേക്ക് നല്ലപോലെ സെറ്റായി കിട്ടും. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓവനിൽ ബേക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചറും ടൈമിംഗ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് കേക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റൗ ടോപ്പ് ചെയ്യുകയാണെങ്കിലും ഏകദേശം 45-50 മിനിറ്റ് എന്തായാലും വേണ്ടി വരും. കേക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. ബീറ്ററൊന്നും ഇല്ലാത്തവർക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റിയാണ് ഇത്. ഫ്രൂട്ട്സ് ഒന്നും നേരത്തെ സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് റെസിപ്പിയാണിത്. പ്ലം കേക്ക് ഇഷ്ടപ്പെടുന്നവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു പ്ലം കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കല്ലേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.